നമസ്കാരം. എൻ്റെ പേര് പ്രവീൺ പ്രസന്നൻ. ഈ ശ്രീശങ്കര ക്യാൻസർ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ 8 വർഷമായി നേഴ്സിംഗ് സൂപ്പർവൈസറായി ജോലി ചെയ്യുകയാണ് ഞാൻ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൂണ്ട് ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ്. വൂണ്ട് ഡ്രസ്സിങ് എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, അതിൻ്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ടുണ്ടാകുന്ന അത് ചെയ്തില്ല എന്നുണ്ടാകുന്ന സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഡ്രസ്സിങ് എന്ന് പറയുന്നത് വൂണ്ട് ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് പ്രൊസീജിയറാണ്. അതിൽ വിവിധ തരത്തിലുള്ള ഡ്രസ്സിങ്ങുകളുണ്ട്. ഒന്ന് ഓപ്പൺ വൂണ്ട് ഡ്രസ്സിങ് അഥവാ തുറന്ന മുറിവുകൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യാം എന്നുള്ളത്. രണ്ടാമത് ക്ലോസ്ഡ് ഡ്രസ്സിങ്സ്. ഓപ്പൺ വൂണ്ട് ഡ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സർജറി ആയി വരുന്ന പേഷ്യൻസിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള വൂണ്ടുകൾ, അതായത് തൊലിപ്പുറത്തുള്ള ഏതെങ്കിലും ചർമ്മം ഓപ്പൺ ആയി വരികയും ഇല്ലയെന്ന് പറഞ്ഞാൽ റെഡ് സ്കിൻ നമുക്ക് കാണാൻ സാധിക്കുന്നു ഉള്ള സമയങ്ങളിൽ ആ ചെയ്യുന്ന ഡ്രസ്സിങ് ഡിഫറൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ സർജറികൾ കഴിഞ്ഞ് വരുന്ന ഡ്രസ്സിങ്ങും അതും ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ക്യാൻസർ വൂണ്ട് ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ ക്യാൻസർ സർജറികൾ കഴിഞ്ഞ് അതെങ്ങനെ പരിപാലിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. സോ ഡ്രസ്സിങ് ചെയ്യുന്നതിന് മുമ്പ് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. ഈ ഡ്രസ്സിങ് ചെയ്യുന്നത് 4 മുഖ്യ കാരണങ്ങൾക്കോസ്കരമാണ്. ഒന്ന്, അത് നന്നായിട്ട് ഹീലാവാൻ വേണ്ടി, പെട്ടെന്ന് ഹീലിംഗ് ആവാൻ വേണ്ടി, അല്ലെങ്കിൽ മുറിവ് ഉണങ്ങുന്നതിന് വേണ്ടിയാണ് ഏറ്റവും അധികം നമ്മൾ ഡ്രസ്സിങ് ചെയ്യേണ്ടത്. രണ്ടാമതായി, അത് വേറെ ബ്ലീഡിങ്ങുകളോ ഇല്ലെങ്കിൽ രക്തസ്രാവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയോ ഇല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡ്രസ്സിങ് ചെയ്തത്. മൂന്നാമതായി, ഈ ഡ്രസ്സിങ്ങിൽ നിന്നും മറ്റു തരത്തിലുള്ള അണുബാധകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ഇൻഫെക്ഷനുകൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഡ്രസ്സിങ്, അതൊരു ഡ്രസ്സിങ്ങിൻ്റെ എയിമാണ്. നാലാമതായി, പ്രധാന ലക്ഷ്യം ആ മുറിവിൽ വീണ്ടും എന്തെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്ത് ഇല്ലെങ്കിൽ വീണ്ടും അത് ഫർദറിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആവാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റീവ് ലെയറായി നമ്മൾ ഡ്രസ്സിങ്ങിനെ യൂസ് ചെയ്യുന്നു. സോ ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വൂണ്ട് ഡ്രസ്സിങ് ചെയ്യുന്നത് എന്നാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വൂണ്ട് ഡ്രസ്സിങ് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കാര്യം ഹാൻഡ് വാഷിംഗ് ആണ്. ഹാൻഡ് വാഷിംഗ് കറക്റ്റായി ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൂണ്ട് ഡ്രസ്സിങ്ങിനെ ഒരുപാട് ഹാനികരമായിട്ട് ബാധിക്കും. പ്രത്യേകിച്ച് അത് ഇൻഫെക്ഷനിലേക്ക് അത് ലീഡ് ചെയ്യും. സോ ഏറ്റവും ആദ്യം പ്രൊസീജിയറിന് മുമ്പും പ്രൊസീജിയറിന് ശേഷവും ഹാൻഡ് വാഷ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. നമ്മൾ ഏത് ഡ്രസ്സിങ്ങിനും ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ പേഷ്യൻറ്റിന് കറക്റ്റായി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് നാം എന്താണോ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ അത് ഏത് സ്റ്റാഫാണോ ചെയ്യാൻ പോകുന്നത് അവരെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയും ആ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി ആ പേഷ്യൻറ്റിന് മനസ്സിലാക്കണം. കാരണം പേഷ്യൻ്റ് സപ്പോർട്ട് ഇല്ലാതെ ഈ ഡ്രസ്സിങ്ങുകളൊന്നും കറക്റ്റായി ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല. ഒപ്പം അവരോട് സംസാരിക്കുന്നതോടൊപ്പം അവർക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും കൂടി സാധിക്കുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, പേഷ്യൻ്റെ പ്രൈവസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വകാര്യത, ഒരു പേഷ്യൻ്റ് അവരുടെ ശരീരത്തിൽ പല ഭാഗത്തായിട്ടായിരിക്കും സർജറി ചെയ്തിട്ടുണ്ടാവുക. അത് മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയോ ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചത് ചെയ്യുകയോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ എല്ലാ പേഷ്യൻറ്റും ഇഷ്ടമാവുകയില്ല. സോ അതുകൊണ്ട് അവരുടെ പ്രത്യേകമായിട്ടുള്ള ഡ്രസ്സിങ് റൂമിലേക്കോ അല്ലെങ്കിൽ പ്രത്യേക റൂമിലേക്കോ പ്രത്യേക വാർഡിലെ ഏതെങ്കിലും റൂമിലോ ഇല്ലെങ്കിൽ കർട്ടനുകളുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് പേഷ്യൻ്റ് കിടക്കുന്ന ഭാഗം കറക്റ്റായി നല്ല വൃത്തിയായി മറച്ചതിന് ശേഷം പ്രൊസീജിയർ ആരംഭിക്കേണ്ട. നമ്മൾ ക്ലീൻ ഗ്ലൗസ് ധരിക്കേണ്ട അത്യാവശ്യമാണ്. സോ നമ്മൾ ഡ്രസ്സിങ് ചെയ്യുന്ന ഭാഗം ഏത് ഭാഗമായിക്കോട്ടെ, ഇപ്പോൾ ഈ പേഷ്യൻ്റ് നമ്മൾ വയറിൻ്റെ പൊക്കിൾക്കൊടിയുടെ മുകളിലുള്ള ഭാഗമാണ് ഡ്രസ്സിങ് ചെയ്യാൻ പോകുന്നത്. സോ ആ ഭാഗം മാത്രം നമ്മൾ എക്സ്പോസ് ചെയ്താൽ മാത്രം മതിയാവും. കാരണം ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം കറക്റ്റായിട്ട് ഡ്രൈപ്പ് ഷീറ്റോ അല്ലെങ്കിൽ ബ്ലാങ്കറ്റോ ഉപയോഗിച്ച് മറക്കേണ്ടതാണ്. ഡ്രസ്സിങ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഡ്രസ്സിങ്ങിന് മേൽ ഓൾമോസ്റ്റ് നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ആ ഡ്രസ്സിങ് എത്രത്തോളം വൂണ്ടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ മുറിവിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു എന്ന്. വല്ലാതെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഡ്രസ്സിങ് എല്ലാം ആണെങ്കിൽ അതിൻ്റെ മുകളിൽ നോർമൽ സലീൻ ഉപയോഗിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം അത് റിമൂവ് ചെയ്യേണ്ടതാണ്. അത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുവഴി ആ ഡ്രസ്സിങ്ങിൻ്റെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ ആ സ്റ്റിക്കിംഗ് എല്ലാം കുറച്ച് ആ പശപ്പുള്ളതെല്ലാം പെട്ടെന്ന് ഇളകി വരാനും ഒപ്പം പേഷ്യൻറ്റിന് പെയിൻ ഇല്ലാതെയും ബ്ലീഡിങ് ഇല്ലാതെയും നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. സോ എപ്പോഴും നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റിൻ്റെ എവിടെയാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ആ സ്കിൻ്റെ മുകളിൽ പ്രഷർ കൊടുത്ത് മെല്ലെ എടുക്കേണ്ടതാണ്. ചില സമയങ്ങളിൽ നമുക്ക് ഇപ്പോൾ മെയിൽ പേഷ്യൻ്റ് സ്ഥലത്താണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അവിടെ അബ്ഡോമൻ്റെ അവിടെ രോമങ്ങളും ഇല്ലെങ്കിൽ മറ്റു ഹെയർ ഫോളിക്കൽസ് എല്ലാം ഉണ്ടാവും. സോ ആ സമയത്ത് നമ്മൾ വല്ലാതെ സ്പീഡിൽ എടുക്കുകയാണെങ്കിൽ അവർക്കത് വേദന ഉണ്ടാക്കാൻ കാരണമാവും. സോ ഒരു തവണ ഡ്രസ്സിങ് റിമൂവ് ചെയ്തതിന് ശേഷം
നമ്മൾ ആ വൂണ്ടിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. ആ വൂണ്ടിൽ എന്തൊക്കെയുണ്ട്, ആ വൂണ്ട് എത്ര ഡെപ്തിലാണ്, ഇല്ലെങ്കിൽ അതിൻ്റെ കളർ എന്താണ്, ഇല്ലെങ്കിൽ ആ നോർമലായിട്ടുള്ള എല്ലാ വൂണ്ടുകളും എന്ന് പറഞ്ഞാൽ പിങ്ക് അല്ലെങ്കിൽ ചുവന്ന കളറിലുള്ളതാണ്. അതിൽ ആ കളർ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ മഞ്ഞ, പച്ച ഇല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആ സ്കിന്നിന് മുകളിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. പേഷ്യൻറ്റിനോട് തന്നെ നമ്മൾ ചോദിക്കേണ്ടതാണ് ആ വൂണ്ടിനെ കുറിച്ചുള്ള, അവർക്ക് എത്ര ദിവസമായി അത് ഡ്രസ്സിങ് ചെയ്തു, ലാസ്റ്റ് എന്നാണ് ഡ്രസ്സിങ് ചെയ്ത്, അവിടെ എന്തെങ്കിലും വേദനകളുണ്ടോ, ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അവർക്ക് അവിടെ എന്തെങ്കിലും മരവിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ പേഷ്യൻ്റെ അടുത്ത് ഹിസ്റ്ററിയായി ചോദിക്കേണ്ടതാണ്. ഒപ്പം ആ വൂണ്ടിനെക്കുറിച്ച്, വൂണ്ടിൽ എത്ര ഡെപ്തിലാണ് പോയിരിക്കുന്നത്, എത്ര ആഴത്തിലാണ്, ഏതാണ് കളറ്, അതിന് എന്തെങ്കിലും ദുർഗന്ധമുണ്ടോ, ഇല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും പസ് ഫോർമേഷൻ ഇല്ലയെന്ന് പറഞ്ഞാൽ പഴുപ്പ് പുറത്തു വരുന്ന തരത്തിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡോക്ടറിനെ ഇൻഫോം ചെയ്യുകയും അതിൽ നിന്ന് നമ്മൾ കൾച്ചർ സെൻഡ് ചെയ്യാനും ശ്രമിക്കേണ്ടതാണ്. സോ ഒരാൾക്കൊരിക്കലും ഒറ്റയ്ക്ക് ഡ്രസ്സിങ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഇതൊരു സ്റ്റെറൈൽ ഡ്രസ്സിംഗ് ആണ്. എപ്പോഴും നമുക്കൊരു സഹായി കൂടെ ഉണ്ടാവണം. കാരണം സഹായത്തോടു കൂടി മാത്രമേ ഡ്രസ്സിങ് ചെയ്യാവുള്ളൂ. സോ അതുമൂലം നമുക്ക് അധികം അവർക്ക് ഇൻഫെക്ഷൻസ് ചാൻസസ് വളരെ കുറവാണ്. സോ ഓൾറെഡി ഫസ്റ്റ് തന്നെ ഹാൻഡ് വാഷ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ വെറും ഹാൻഡ് റബ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം സ്റ്റെറൈലായിട്ടുള്ള ഏത് ഗ്ലൗസ് നിങ്ങളുടെ കൈക്ക് അനുയോജ്യമായ 7 7.5 6 6.5 എത്രയാണോ നിങ്ങളുടെ കൈയുടെ സൈസ് അത് നോക്കിക്കൊണ്ടുള്ള ഒരു സ്റ്റെറൈൽ ഗ്ലൗസ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ്. സ്റ്റെറൈൽ ഗ്ലൗസ് ഇടുമ്പോഴും എപ്പോഴും നിങ്ങൾ അകത്ത് ടച്ച് ചെയ്യാതെ എപ്പോഴും പുറത്തുനിന്ന് തന്നെ എടുത്തിടാൻ ശ്രമിക്കേണ്ടതാണ് ഫസ്റ്റ് ഗ്ലൗസ് ഇടുമ്പോൾ. നിങ്ങളുടെ കയ്യിന് അനുയോജ്യവും അതേപോലെ ടൈറ്റാക്കിയിരിക്കുന്ന ഗ്ലൗസുകളാണ് എപ്പോഴും ഡ്രസ്സിങ്ങിന് ഏറ്റവും ഉപയോഗിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം എങ്ങനെ ലൂസ് ഗ്ലൗസുകളാണെന്ന് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഗ്രിപ്പ് കിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ ഏറ്റവും ആദ്യം വൂണ്ട് ക്ലീൻ ചെയ്യേണ്ടതാണ്. ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പലതരത്തിൽ ക്ലീൻ ചെയ്യാം. ചിലവർ അത് ബീറ്റാഡിൻ യൂസ് ചെയ്യും, ചിലവർ നോർമൽ സലൈൻ യൂസ് ചെയ്യും, ചിലവർ ക്ലോറോഹെക്സിഡിൻ യൂസ് ചെയ്യും. അത് പേഷ്യൻ്റെ വൂണ്ടിൻ്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡോക്ടറുടെ ഇപ്പോൾ ചിലപ്പോൾ സർജറി ആത്മല്ല ഡോക്ടേഴ്സ് തന്നെ ചില ഡ്രസ്സിങ്ങിന് ഇതേ തരം ചെയ്യണം എന്നുണ്ടാവും. സോ നമ്മളെപ്പോഴും ഡ്രസ്സിങ് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനത്തെ എന്തെങ്കിലും ഉപദേശങ്ങളോ ഇല്ല അഡ്വൈസുകളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. സോ ഇവിടെ ഞാൻ നോർമൽ സലൈൻ ഉപയോഗിച്ച് ആ വൂണ്ട് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. വൂണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും പുറത്തുനിന്ന് അകത്തോട്ട് വരരുത്. ഓൾറെഡി മുമ്പ് ഡ്രസ്സിങ് ചെയ്തിരിക്കുന്ന കാരണം അവിടെ ക്ലീൻ ആയിട്ടിരിക്കും. പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുപറ്റമുള്ള ഭാഗങ്ങളെല്ലാം ഇൻഫെക്റ്റഡ് ആയിരിക്കും. സോ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇൻസൈഡിൽ നിന്ന് ഔട്ട്സൈഡ് പോകുന്നത്. പിന്നെ ഇനി നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കോട്ടൺ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യരുത്. കാരണം കോട്ടണിനകത്ത് ക്ലീൻ ചെയ്യുമ്പോൾ അത് ആ മുറിവിൻ്റെ ഭാഗങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കും, അത് ഇൻഫെക്ഷന് കാരണമായിരിക്കും. സോ ഇവിടെ ക്ലീൻ ചെയ്യുകയാണ്. ഇതാണ് വൂണ്ട്. അതേപോലെ ഒരു ഗോസ് പീസ് ഒരു തവണ മാത്രമേ ഉപയോഗിക്കാവൂ. അതേ ഗോസ് പീസ് ഉപയോഗിച്ച് 2-3 തവണ അത്തര റബ്ബ് ചെയ്യരുത്. കാരണം അതും ഇൻഫെക്ഷന് കാരണമാവും. നോർമൽ സലൈൻ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളത് ബീറ്റാഡിൻ ഉപയോഗിച്ച് ഇനി ഒരു തവണ കൂടി ഡിസ്ഇൻഫെക്റ്റൻ സൊല്യൂഷൻ ഉപയോഗിച്ച് ഇനി ഒരിക്കൽ കൂടി അത് ക്ലീൻ ചെയ്യും. കാരണം ഇത് ഡബിൾ എഫക്റ്റ് ഉണ്ടാക്കും. കാരണം അതിൽ നിന്നും ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ചാൻസസ് വളരെ കുറഞ്ഞു കിട്ടും. ബീറ്റാഡിൻ ഉപയോഗിച്ച് നമ്മൾ അതേ സെയിം തരത്തിലുള്ള ഇൻസൈഡിൽ നിന്ന് ഔട്ട്സൈഡിലേക്കാണ് ക്ലീൻ ചെയ്യുന്നത്. ഒപ്പം ഒരു തവണ മാത്രമേ ഒരു ഗോസ് പീസ് ഉപയോഗിച്ച് ഒരു തവണ മാത്രമേ നമ്മൾ അത് ക്ലീൻ ചെയ്യത്തുള്ളൂ. ക്ലീൻ ചെയ്യുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടോ ഇല്ലെങ്കിൽ വളരെ അമർത്തിയോ അത് ചെയ്യരുത്, ഇല്ലെങ്കിൽ വളരെ ലൂസാക്കുകയും ചെയ്യരുത്. ഒരു മീഡിയം ലെവലിൽ നിന്നുകൊണ്ട് വേണം അത് ചെയ്യുവാൻ. ഒരു തവണ നമ്മൾ ബീറ്റാഡിൻ ക്ലീൻ ചെയ്ത ശേഷം
ചില രോഗികൾക്ക് ഡോക്ടർ സർജറി കഴിഞ്ഞതിന് ശേഷം അവർ ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്യുവാനോ ഇല്ലെങ്കിൽ ചില പ്രത്യേക ആൻറ്റിസെപ്റ്റിക് ക്രീമുകൾ യൂസ് ചെയ്യാനോ പറയും. അത് ഓപ്പറേഷൻ ചേഞ്ചസ് ഇരുത്തും. നോർമലി ഉള്ള പേഷ്യൻസിന് നമ്മൾ ബീറ്റാഡിൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത ശേഷം ഒരു ക്ലീൻ ഗോസ് ആക്കൊണ്ട് അത് ക്ലീൻ ഡ്രസ്സിങ് ആക്കി നമ്മളത് ചെയ്യുന്നതായിരിക്കും. ഇനി അതിന്മേലെ എന്തെങ്കിലും സോക്കേജോ അതല്ല എന്തെങ്കിലും തരത്തിലുള്ള പഴുപ്പുകളോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സാമ്പിൾ എടുത്ത ശേഷം മാത്രമായിരിക്കും അത് ക്ലീൻ ചെയ്യുകയും അത് ഡ്രസ്സിങ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ക്ലീൻ ഡ്രസ്സിങ് ഗോസ് പീസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ 2 പാഡുകൾ ഉപയോഗിച്ച് ആ മുറിവ് ആ താഴെ ഇരിക്കുന്ന ഗോസ് പീസുകളെല്ലാം നമ്മൾ സെക്യൂർ ചെയ്യുന്നതാണ്. അതിനുശേഷം ഒരു ടേപ്പ് ഉപയോഗിച്ച് അത് 2 സൈഡിലും വൃത്തിയായി ഒട്ടിച്ചു വെക്കേണ്ടതാണ്. ഒട്ടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ആ വൂണ്ട് കംപ്ലീറ്റ് കവറാവുന്ന രീതിയിലായിരിക്കണം അത് ഒട്ടിക്കിയിരിക്കുന്നത്. കാരണം അധികം പേഷ്യൻറ്റുകളും കംപ്ലയിൻറ്റ് പറയുന്നത് കാരണം ഒരു തവണ ഡ്രസ്സിങ് ചെയ്ത് കാരണം പ്രത്യേകിച്ച് അബ്ഡോമൻ ഇല്ലെങ്കിൽ കൈ, കാല് അല്ലെങ്കിൽ കഴുത്ത് ഇവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ അത് ഒരുപാട് മൂവ്മെൻറ്റ്സ് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. ആ മൂവ്മെൻറ്റ്സ് വരുന്ന സമയത്ത് അത് സ്റ്റിക്കിങ് വിട്ടുപോകാനും ചിലപ്പോൾ വീട്ടിലെത്തുമ്പോൾ തന്നെ അത് പറഞ്ഞു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള കാരണത്താൽ കുറച്ച് കൂടുതൽ സാധാരണ അത് കുറച്ച് കൂടുതൽ പ്ലാസ്റ്റർ ഉപയോഗിച്ച് അത് ഒട്ടിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഒപ്പം ഇൻ കേസ് ഇപ്പം അങ്ങനെ ഡ്രസ്സിങ് ചെയ്ത് വീട്ടിലോട്ട് പോകുന്നവർക്ക് ആർക്കെങ്കിലും അതേ തരത്തിൽ പെട്ടെന്ന് അത് വിട്ടുപോവുകയോ ഇല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് വരികയും ഹോസ്പിറ്റലിൻ്റെ സഹായത്തിൽ ഹോസ്പിറ്റൽ സ്റ്റാഫിൻ്റെ സഹായത്തോടെ ആ ഡ്രസ്സിങ് ചേഞ്ച് ചെയ്യുകയും സാധിക്കുന്നതാണ്. ഒരിക്കലും നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകളുടെ കയ്യിൽ നിന്ന് പരിചയമില്ലാത്ത ഹോസ്പിറ്റലുകളിലോ ഇല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമുകളിലോ പോയി ഡ്രസ്സിങ് ചെയ്യാൻ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ക്യാൻസർ വൂണ്ടുകളും ക്യാൻസർ സർജറിയായ ഭാഗങ്ങൾ ഡ്രസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ ക്യാൻസർ ഹോസ്പിറ്റലുള്ളവർ തന്നെയായിരിക്കും. ഇനി ഇതൊന്നും സാധിക്കില്ല, നിങ്ങളുടെ അടുത്തൊന്നും നിങ്ങൾക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരുപാട് ദൂരമുള്ളവരാണ് അല്ലെങ്കിൽ അന്ന് വന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡോക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഡോക്ടറിൻ്റെ അഡ്വൈസ് സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അവരെഴുതി തരുന്നത് അത് കൊണ്ടുപോയി നിങ്ങളുടെ അടുത്തുള്ള നേഴ്സിംഗ് ഹോമോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഡ്രസ്സ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ അടുത്ത് ഒരു തരത്തിലുള്ള ഡ്രസ്സിങ് ചെയ്യാൻ ഒരു തരത്തിലും സാധിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഫെസിലിറ്റീസ് ഇല്ല, പോരെങ്കിൽ ഒരു PHC ഇല്ലെങ്കിൽ ഒരു നേഴ്സിംഗ് ഹോമോ ഇല്ലെങ്കിൽ ഒരു ഡോക്ടേഴ്സും ഇല്ല എന്ന് പറയുന്ന നിങ്ങളുടെ ഗ്രാമഭാഗത്താണെങ്കിൽ ഗ്രാമത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണെങ്കിൽ മാത്രം നിങ്ങൾ ഇതേതര വീട്ടിലുകളിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. കാരണം ഇത് വൂണ്ട് ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ വളരെയധികം ശ്രദ്ധയും വൃത്തിയോടും കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ജീവന് തന്നെ ഭയങ്കരധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനത്തെ റിസ്കുകൾ എടുക്കാൻ നിൽക്കരുത്. ഇതെല്ലാം കൊമേഴ്ഷ്യലാക്കി കിട്ടുമെങ്കിൽ പോലും കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാത്തവർ ചെയ്യുകയാണെങ്കിൽ ഇത് ലൈഫ് ത്രെട്ടനിങ് ആയി മാറിപ്പോകുന്നത്. ഡ്രസ്സിങ് തീർന്നതിന് ശേഷം നമ്മുടെ ഗ്ലൗസുകളെല്ലാം ഊരിയതിന് ശേഷം ഹാൻഡ് വാഷ് ചെയ്യേണ്ടതാണ്. ഹാൻഡ് വാഷ് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മുടെ ഉപയോഗിച്ച എല്ലാ മെറ്റീരിയൽസും അതാത് ഭാഗങ്ങളിൽ നമ്മൾ നിക്ഷേപിക്കേണ്ടതാണ്. നമസ്കാരം.